കോതമംഗലം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ 2 പതിറ്റാണ്ടിന് മുമ്പ് ആരംഭിച്ച റിംഗ് റോഡ് എന്ന തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് റോഡ് വീണ്ടും വിവാദത്തിൽ. നിർമ്മാണം അവസാന ഘട്ടത്തിലായെങ്കിലും ടാറിംഗ് പൂർത്തിയാക്കാത്ത ഭാഗം ചെളിക്കുണ്ടായി മാറിയതോടെ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. കോതമംഗലം പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ 2 പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച റിംഗ് റോഡ് എന്ന തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് റോഡ് വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയെങ്കിലും ടാറിംഗ് പൂർത്തിയാകാത്ത ഭാഗം ചെളിക്കുണ്ടായി മാറിയതോടെ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. കോഴിപ്പള്ളി മുതൽ തങ്കളം വരെ ഏകദേശം 3 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിൽ കലാനഗർ മുതൽ കോഴിപ്പള്ളി പാർക്ക് വ്യൂ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ 400 മീറ്ററോളം ഭാഗമാണ് ടാർ ചെയ്യാതെ ചെളിക്കുണ്ടായി മാറിയത്. നിലവിൽ വാഹനങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും മഴയെ തുടർന്ന് റോഡ് യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. കാൽനടയാത്ര പോലും പ്രയാസകരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം എടുത്തു പോയതാണെന്നും ഗതാഗത സൗകര്യത്തിനുതകുന്ന ഈ റോഡിന്റെ നിർമ്മാണം ഇനിയെങ്കിലും പൂർത്തിയാക്കി തരാൻ അധികൃതർ തയ്യാറാകണമെന്നും പ്രദേശവാസിയായ തോമസ് പറഞ്ഞു. 20 വർഷത്തിന് മേലായി ഇവിടെ ഈ പണി തുടങ്ങിയിട്ട് ഇന്നവരെ ഈ പണി തീർന്നിട്ടില്ല. ഇനി ഏത് കാലത്ത് തീരുമെന്നുള്ള ദൈവത്തിന് മാത്രമാണ്. ഈ പണി തീർന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് പ്രയോജനപ്പെടും, ടൗണിന് പ്രയോജനപ്പെടും. ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് പണി അത് കഴിഞ്ഞിട്ടിട്ട് പിന്നെ കുറച്ച് പണി. ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട് 60 കൊല്ലത്തോളമായി. ഈ സ്ഥലം എടുത്തു പോയിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷത്തിന് മേലായി. ഷെഖ് പരീദ് സാർ ഇവിടെ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് എടുത്തു പോയതായി സാർ. ഇവർക്ക് ഞങ്ങളുടെ ഇപ്പോഴും കേസ് കിടക്കുക. ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ 9.25 സെൻറ്റ് സ്ഥലത്തോളം ഞങ്ങളുടെ പോയിട്ടുണ്ട്. ഇത് എത്രയും നേരത്തെ പണി തീർന്നു കിട്ടിയാൽ ഈ ബൈപ്പാസ് ഈ പള്ളി പെരുന്നാൾ വരുന്നു. ഈ പെരുന്നാളിലേക്ക് ഇത് ആൾക്കാർക്ക് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്. ചെളിക്കുന്ന 2 സ്ഥലത്ത് കുറച്ചുള്ളിട്ട് ഇറങ്ങി അത് കഴിഞ്ഞാൽ 2 സ്ഥലത്തിട്ട് അത് അവിടെ സ്റ്റേ ആയിരുന്ന സ്റ്റേ പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് പണി നീങ്ങണ്ടേ. റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കോതമംഗലം MLA ഷിബു തെക്കുംപുറം, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ബൈപ്പാസ് സന്ദർശിച്ചു. ഈ റോഡിന്റെ നിർമ്മാണം 20 വർഷം നീണ്ടുപോയിട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പറഞ്ഞു. കോതമംഗലത്തിന്റെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് റിംഗ് റോഡ്. ഈ റിംഗ് റോഡിന്റെ പണി തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷത്തിനു മേലെയായി. ഇതുവരെ ഇത് പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് ഈ തവണ എന്തായാലും ഈ പെരുന്നാളിന് മുൻപ് ഈ റോഡ് പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം എന്ന ഉദ്ദേശവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കോതമംഗലം MLA ശ്രീ ഷിബു തെക്കുംപുറം അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഈ പെരുന്നാളിന് മുമ്പ് അത് തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ കോതമംഗലം പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകുമെന്നും 2 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു നൽകുമെന്നും ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. നമുക്ക് ഈ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 400 മീറ്ററോളം ടാറിംഗ് പണികൾ ഇനിയും പൂർത്തിയാക്കണം. റീറ്റേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറേയേറെ പൂർത്തിയാക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഐറിഷ് വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്. ഇങ്ങനെ കുറേയേറെ പണികളാണ് ഇനിയും പൂർത്തിയാക്കാനായിട്ടുള്ളത്. അടിയന്തരമായി ഈ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അതോടൊപ്പം തന്നെ കോൺട്രാക്ടറോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മാസം കൊണ്ട് ഈ പണികൾ പൂർത്തിയാക്കുന്ന നിലയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി കോതമംഗലത്തിൻ്റെ ഗതാഗതക്കുരുക്കിന് വലിയൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും. പട്ടണത്തിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ന്യൂ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം ഇനി പ്രഖ്യാപിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.